ഈ വിഷയത്തിൽ ഇനി CPI എങ്ങനെ മുന്നോട്ട് പോകും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. 27-ാം തീയതി CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം LDF യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുമായിരിക്കും. ഏതായാലും ഒരു കടുത്ത തീരുമാനത്തിലേക്കൊന്നും CPI പോകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം മറ്റു പാർട്ടികൾ, ഇപ്പോൾ NCPയും സർക്കാരിൻ്റെ ഈ തീരുമാനം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നണിയിലെ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ CPIM ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. അതും ഇത് LDFൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ സാഹചര്യങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിക്കാം. അതൊക്കെ ഇനി CPIയുടെയും മറ്റു പാർട്ടികളുടെയും നിലപാടിനനുസരിച്ചിരിക്കും. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ 2 മാസം കൂടിയായിരിക്കും ഒരുപക്ഷെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുക. കാരണം അത് കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്ക് പോകും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് വരും മാർച്ച് മാസം മുതൽ. അതുകൊണ്ടൊരു വലിയ സമയമൊന്നും ഈ സർക്കാരിൻ്റെ കാലത്ത് ഇനിയില്ല. അപ്പോഴാണ് PM ശ്രീ പോലൊരു പദ്ധതി രാഷ്ട്രീയമായി CPIM ആയാലും CPI ആയാലും ശക്തമായി എതിർക്കുന്ന PM ശ്രീ പോലൊരു പദ്ധതി ഒപ്പിടുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെങ്ങനെ ഇനി LDFനകത്ത് ഒരു വലിയ പൊട്ടിത്തെറിയായി മാറും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.